കാലമുരുണ്ടെത്തുമ്പോൾ അയാൾ വീണ്ടും സംഘപരിവാറിന്റെ ആക്രമണങ്ങൾക്ക് നടുവിലാണ്. ഇതാദ്യമായല്ല അയാളുടെ നിലപാടുകൾ, വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നത്. പേഴ്സണൽ ശരികൾ, തെറ്റുകൾ, നിലപാടുകൾ എനിക്കുണ്ട്, അത് നിങ്ങൾക്കൊരുപക്ഷെ ശരിയായിരിക്കണമെന്നില്ല എന്ന് പറയുന്നിടത്ത് അയാൾ പ്രകടിപ്പിച്ച സഹിഷ്ണുത പലപ്പോഴും മടക്കി കിട്ടിയിട്ടില്ല. അപ്പോഴും ഒരു പൊതുവിപത്തിനെതിരെ ഒറ്റയാൻ ശക്തിയാവാൻ ശേഷിയുള്ളതായില്ല അയാളുടെ ശബ്ദനാളം. ലക്ഷദ്വീപിലെ അഡ്മിനിസ്ട്രേറ്ററുടെ സംഘപരിവാർ അജണ്ടകൾ മുൻനിർത്തിയുള്ള അധികാര ദുർവിനിയോഗത്തിൽ അവിടുത്തെ മുഴുവൻ മനുഷ്യർക്കും വേണ്ടി പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ സമരം നയിച്ചതിന് പോലീസ് തല്ലിച്ചതച്ച ഡൽഹിയിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, അതിജീവിതയായ തന്റെ സഹപ്രവർത്തകയ്ക്ക് വേണ്ടി, മലയാള സിനിമയ്ക്ക് വേണ്ടി ആ ശബ്ദം ഉയർന്നുകൊണ്ടേയിരുന്നു. ബലമുള്ള, ആത്മാവുള്ള നിലപാടുകളുടെ പേരുകൂടിയാണ് പൃഥ്വിരാജ് സുകുമാരൻ. അച്ഛനാണ് എന്നെ സത്യം പറയാൻ പഠിപ്പിച്ചത്, സത്യം മാത്രമേ പറയാവൂ എന്ന് പഠിപ്പിച്ചത് അച്ഛനാണ്. അതേ അച്ഛനാണ് എന്നെ സാഹിത്യത്തിലേക്ക് കൊണ്ടുവന്നത്, സംസാരിക്കാൻ പഠിപ്പിച്ചത്, ഭാഷ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിപ്പിച്ചത്. ആ അച്ഛന് നന്ദി പറഞ്ഞുകൊണ്ടാണ് പൃഥ്വിരാജ് ഇപ്പോൾ വിവാദമായി മാറിയ എമ്പുരാൻ എന്ന ചിത്രം ആരംഭിക്കുന്നതും. അവിടെ അയാൾ പറഞ്ഞത് ഒരു കഥയായിരുന്നെങ്കിലും സിനിമ പ്രേക്ഷകനെ കൊണ്ട് ചിന്തിപ്പിച്ചത് ഇന്ത്യ കണ്ടൊരു വംശഹത്യയുടെ ക്രൂരതകളെ കുറിച്ചായിരുന്നു. അതുകൊണ്ടായിരിക്കണം വെട്ടിയൊതുക്കിയ എമ്പുരാനിലും വലത് ഹാൻഡിലുകൾക്ക് സ്വാസ്ഥ്യമില്ലാതെ പോയത്. എമ്പുരാൻ സ്റ്റിൽ ആന്റി നാഷണൽ ആൻഡ് മസ്റ്റ് ബി പെയ്ഡ് ഓഫ്. ഇൻവെസ്റ്റിഗേറ്റ് ദ പൃഥ്വിരാജ് മുരളി നെക്സസ് എന്നാണ് RSSന്റെ മുഖപത്രം ഓർഗനൈസർ റീ എഡിറ്റ് ചെയ്യപ്പെട്ട ചിത്രം റിലീസ് ചെയ്ത് മണിക്കൂറുകൾക്കുള്ളിൽ കുറിച്ചത്. മുസ്ലിം യുവാക്കൾക്ക് ഭീകരവാദ സംഘടനകളിൽ ചേരാനുള്ള കാരണം ഹൈന്ദവരുടെ പ്രവർത്തികളാണെന്നും ലഹരിയിലും അരാജക സിനിമകളിലും പ്രലോഭിതരാകുന്ന കേരളത്തിലെ യുവാക്കളെ ഭീകരവാദത്തിലേക്ക് നയിക്കുന്നതാണ് ചിത്രമെന്നും RSS നിരീക്ഷിക്കുന്നു. വർഷം 2019. പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ രാജ്യം മുഴുവൻ പ്രതിഷേധമുയർന്ന കാലം. അന്ന് ബില്ലിനെതിരെ ഡൽഹിയിലടക്കം രാജ്യത്ത് വിവിധയിടങ്ങളിൽ പൊരുതിയ വിദ്യാർത്ഥി സമൂഹത്തെ അധികൃതരുടെ അനുവാദം പോലുമില്ലാതെ ലൈബ്രറികളിലും ക്ലാസ് മുറികളിലും കയറി പോലീസ് തല്ലിച്ചതച്ചപ്പോൾ, കണ്ണീർ വാതകം ഉപയോഗിച്ച് പ്രതിരോധിച്ചപ്പോൾ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച പൃഥ്വിരാജ് സുകുമാരൻ ഒപ്പം നിന്നു. റെവല്യൂഷൻ ഈസ് ഹോം ഗ്രോൺ, ഓൾവേസ് റൈസ്. വിപ്ലവം എപ്പോഴും സ്വന്തം നാട്ടിൽ നിന്ന് ഉണ്ടാകുന്നതാണ്, ഉയർത്തെഴുന്നേറ്റുകൊണ്ടേയിരിക്കുക എന്നാണ് വിദ്യാർത്ഥികളുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് പൃഥ്വിരാജ് ഫേസ്ബുക്കിൽ കുറിച്ചത്. സംഘപരിവാറിനെ ചൊടിപ്പിക്കാൻ കെൽപ്പുണ്ടായ വാക്കുകൾ. അന്ന് വിദ്യാർത്ഥികളെ പിന്തുണച്ച സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർക്കൊപ്പം പൃഥ്വിയെയും സംഘ ഹാൻഡിലുകൾ വട്ടമിട്ട് ആക്രമിക്കുകയായിരുന്നു. അധികം വൈകാതെ തന്നെ സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിനിലും പൃഥ്വി ഇടപെട്ടു. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനത്ത് നിയോഗിക്കപ്പെട്ട പ്രഫുൽ പട്ടേലിന്റെ RSS അജണ്ടകളെ മുൻനിർത്തിയുള്ള ഭരണ പരിഷ്കാരങ്ങളിൽ ദ്വീപ് നിവാസികളുടെ ജീവിതം ദുരിതത്തിലായപ്പോൾ അവിടെയുള്ള മനുഷ്യരെ കൂടെ കേൾക്കാൻ തയ്യാറാവണമെന്ന് പൃഥ്വിരാജ് ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടു. ലക്ഷദ്വീപിലെ ജനങ്ങളുടെ ശബ്ദം കേൾക്കാൻ തയ്യാറാവണം, അവരുടെ നാടിന് ഏറ്റവും അഭികാമ്യം എന്തെന്ന് അവർക്ക് അറിവുണ്ടാകുമെന്ന് പറയുന്നതിനൊപ്പം നിർദ്ദേശിക്കപ്പെട്ട അധികാരിയുടെ നടപടികളിൽ ദേശവാസികൾ അസന്തുഷ്ടരാണെങ്കിൽ, അവരുടെ ജീവിതം ദുരിതത്തിലാണെങ്കിൽ, ലോകത്തോട് അവർ സഹായം അഭ്യർത്ഥിക്കുകയാണെങ്കിൽ അതിൽ ഭരണകൂടം പരിഹാരം കാണണമെന്നും അയാൾ ഉറക്കെ പറഞ്ഞു. വർഷങ്ങൾക്കിപ്പുറവും അയാളുടെ സിനിമ ചർച്ചയാവുന്നിടത്തും ലക്ഷദ്വീപ് ഓടിയെത്തുന്നത് ആ വാക്കുകളുടെ ശക്തി കൊണ്ടാണ്. തുടർന്ന് കടുത്ത സൈബർ ബുള്ളിയിങ്ങാണ് പൃഥ്വിരാജിന് അന്നും നേരിടേണ്ടി വന്നത്. രാഷ്ട്രീയമായി മാത്രമല്ല, അതിനു മുൻപും ചില തുറന്നു പറച്ചിലുകൾ പൃഥ്വിരാജിനെ ഇത്തരം ആക്രമണങ്ങൾക്ക് വിധേയമാക്കിയിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് മമ്മൂട്ടിയെയും മോഹൻലാലിനെയും പോലെയുള്ള മഹാനടന്മാർ അവരുടെ പ്രായത്തിന് ചേരുന്ന വേഷങ്ങളല്ല ചെയ്യുന്നത് എന്ന അഭിപ്രായം തുറന്നു പറഞ്ഞ നടൻ ഇരു കൂട്ടരുടെയും ഫാൻസിന്റെ വെറുപ്പ് സമ്പാദിച്ചു. പക്ഷേ അതിനോട് ചേർത്ത് പൃഥ്വിരാജ് പറഞ്ഞ 1-2 വാക്കുകൾ കൂടെയുണ്ട്. 20 വർഷത്തിനപ്പുറവും അവർ തന്നെയായിരിക്കും സൂപ്പർ സ്റ്റാറുകൾ. പക്ഷേ അവർ ചെയ്യുന്ന സിനിമകളുടെ രീതികൾ, സ്വഭാവങ്ങൾ മാറേണ്ടതാണ്. വർഷങ്ങൾ കടന്നുപോകവേ കാലം ശരിയെന്ന് തെളിയിച്ച വാക്കുകൾ. മലയാള സിനിമയിൽ നടന്മാർ ഒരു എഗ്രിമെന്റിൽ ഒപ്പിടില്ലെന്ന നയമെടുത്തപ്പോൾ ഞാൻ മാത്രമാണ് ആ എഗ്രിമെന്റിൽ ഒപ്പിട്ടുകൊണ്ട് സിനിമ ചെയ്തത്. ഇപ്പോൾ എല്ലാ നടന്മാരും എഗ്രിമെന്റിൽ ഒപ്പിട്ടാണ് അഭിനയിക്കുന്നത്. പക്ഷേ അന്ന് അങ്ങനെ ചെയ്തതുകൊണ്ട് പലർക്കും എന്നോട് നീരസമുണ്ടായിരുന്നു. പൃഥ്വിരാജ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞതാണ്. തുടർന്ന് സിനിമയിൽ അലിഖിതമായൊരു വിലക്ക് പൃഥ്വിക്കെതിരെ ഉണ്ടായി. ഒരു ബാൻ നിലനിൽക്കുന്നതായി ഒരു സംഘടനയും എന്നെ അറിയിച്ചിട്ടില്ല. പക്ഷേ ഒരു സംവിധായകൻ എന്നോട് പറഞ്ഞിരുന്നു കൂടെ അഭിനയിക്കാൻ മറ്റു നടിമാർക്ക് പരിഭവമുണ്ടെന്ന്. ആ കാലത്ത് ചെയ്യാനിരുന്ന 3 സിനിമകളാണ് എനിക്ക് നഷ്ടമായത്. കരിയറിൽ ആദ്യമായി ബ്രേക്ക് വന്ന സമയമെന്ന് പൃഥ്വി ഓർക്കുന്നു. അപ്പോഴും അയാൾ വിശ്രമിക്കാൻ തയ്യാറായില്ല. നേരെ തമിഴ് സിനിമയിലേക്ക്, പിന്നീട് ബോളിവുഡിൽ. ഒരു നിർമ്മാതാവായും വിതരണക്കാരനായും പടർന്ന് പന്തലിക്കാൻ ഇന്നത്തെ പൃഥ്വിരാജിനെ പ്രാപ്തമാക്കിയത് അവിടെ നിന്നെല്ലാം ഉൾക്കൊണ്ട പാഠങ്ങളാണ്. 2017 നടിയെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗം ചെയ്ത കേസിൽ സുഹൃത്തും സഹപ്രവർത്തകനും എന്ന നിലയിൽ ഉടനടി പൃഥ്വിരാജ് പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു. തെറ്റ് ചെയ്തത് ആരായാലും ശിക്ഷിക്കപ്പെടണമെന്ന് കടുത്ത ഭാഷയിൽ അറിയിച്ചു. അതിജീവിതയ്ക്ക് ഒപ്പം നിന്നു. ഇനി അത്തരം പ്രവർത്തികളെ ഗ്ലോറിഫൈ ചെയ്യുന്ന സിനിമകളുടെ ഭാഗമാവില്ലെന്ന് കൂടെ അറിയിച്ചു.
സംഭവത്തെ തുടർന്ന് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രതിസന്ധികൾ പഠിക്കാനായി ഏർപ്പെടുത്തിയ ഹേമ കമ്മിറ്റി മുൻപാകെ ഹാജരാവുകയും ചെയ്തിരുന്നു. 7 വർഷങ്ങൾക്ക് ശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴും നിരവധി സിനിമാ പ്രവർത്തകർക്കെതിരെ ആരോപണം ഉന്നയിക്കപ്പെട്ടപ്പോഴും പൃഥ്വിരാജ് സ്വന്തം നിലപാടുകൾ അറിയിച്ച് മുന്നോട്ട് വന്നു. മഹാനടന്മാർ പോലും മൗനം പാലിച്ച് മടയിൽ ഒളിച്ചപ്പോഴും അഭിപ്രായങ്ങളോ ഉത്തരങ്ങളോ ഇല്ലെന്ന് കൈമലർത്തി കാണിച്ചപ്പോഴും അയാൾക്ക് കൃത്യമായ വിശദീകരണങ്ങൾ ഉണ്ടായിരുന്നു. ആരോപണങ്ങളിൽ പഴുതടച്ച അന്വേഷണം ഉണ്ടാകണം, തെളിയിക്കപ്പെട്ടാൽ മാതൃകാപരമായി നടപടി ഉണ്ടാകണം. വിഷയത്തിൽ താരസംഘടനയ്ക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതേസമയം ഞാൻ ഇതിലില്ല, എന്റെ സെറ്റ്, എന്റെ ചുറ്റുപാട് സേഫ് ആണെന്ന് പറയുന്നിടത്ത് തീരുന്നതല്ല ഉത്തരവാദിത്തം എന്നാണ് പൃഥ്വിരാജ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ഇന്നും സംഘടിതമായ ഒരാളുടെ അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യുക തന്നെ വേണം. അതിനെതിരെ നടപടികൾ വേണം. അങ്ങനെ ചെയ്യാനുള്ള അവകാശമോ അധികാരമോ ആർക്കുമില്ല എന്നുകൂടെ പൃഥ്വി പറഞ്ഞു. 2022 നായകനായെത്തിയ ജനഗണമനയും സംഘരാഷ്ട്രീയം മറച്ചുപിടിക്കാൻ ശ്രമിച്ച ചില കാര്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടിയത്. ഗാന്ധിയെ കൊന്നതിന് 2 പക്ഷമുള്ള നാടാണിത് എന്ന് തുടങ്ങുന്ന കോർട്ട് സീനിലെ ഡയലോഗുകൾ അവരെ ചൊടിപ്പിച്ചു. രോഹിത് വെമുലയും കൽബുർഗിയും അടക്കം സംഘപരിവാർ അധികാര പ്രയോഗത്തിന്റെ ചൂടേറ്റ് വാടിയ മനുഷ്യരെ ചിത്രം ഓർമ്മപ്പെടുത്തിയതും അന്ന് വിവാദവും ചർച്ചയുമായിരുന്നു. മലബാർ സമരത്തിന്റെ നായകന്മാരിൽ ഒരാളായ വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയായി ആഷിഖ് അബു ചിത്രത്തിൽ പൃഥ്വിരാജ് എത്തുന്നുവെന്ന പ്രഖ്യാപനവും അതേ കാലത്താണ് ഉണ്ടായത്. ചിത്രത്തിനെതിരെയും സംവിധായകനും നായകനുമെതിരെയും വലതു നേതാക്കൾ കോലാഹലമുണ്ടാക്കി രംഗത്തെത്തി. നിർമ്മാണത്തിലെ തടസ്സങ്ങൾ കൊണ്ട് സിനിമ ഉപേക്ഷിക്കേണ്ടി വന്നപ്പോഴും ആ ഉദ്യമത്തെ തള്ളിക്കളയാൻ പൃഥ്വി അന്നും തയ്യാറായിരുന്നില്ല. പൃഥ്വിരാജിന് ഈ സംവാദങ്ങളോ കല്ലേറുകളോ പുത്തൻ അനുഭവമല്ല. കരിയറിന്റെ തുടക്കം മുതലേ അയാൾ അത് ഏറ്റുവാങ്ങുന്നുണ്ട്. തുടക്കത്തിൽ അവരെന്നെ അന്തർമുഖൻ എന്ന് വിളിച്ചു, പിന്നെ അത് അഹങ്കാരമായി, ഇപ്പോഴത് ചങ്കൂറ്റമാണെന്ന് പറയുന്ന പൃഥ്വിരാജ് ആ വൈകാരികതകൾക്കിടയിലെല്ലാം ഉയർത്തിപ്പിടിച്ചത് തന്റെ നിലപാടുകളാണ്. രാജ്യദ്രോഹിയായി ചാപ്പ കുത്തപ്പെടുന്ന കാലത്തും അയാൾ തന്റെ സിനിമകളുമായി മുന്നോട്ടാണ്. സിനിമകൾ ചെയ്യുക എന്നതല്ലാതെ മറ്റൊരു ജോലിയും തനിക്ക് അറിയില്ലെന്നും അയാൾ തുറന്നു പറയുന്നുണ്ട്. കൂടാതെ വർഷങ്ങൾക്കപ്പുറത്തെ മലയാള സിനിമയെ ഇന്നേ വിഭാവനം ചെയ്യാനും ശ്രമിക്കുന്നു. ഒരു 20കാരന്റെ സ്വപ്നങ്ങൾക്ക് പതിയെ പതിയെ അടിതെറ്റാതെ ചിറകു നെയ്യാനാണ് ശ്രമിക്കുന്നത്. റൂമിയുടെ വാക്കുകൾ കടമെടുത്താൽ ഇടിമുഴക്കമല്ല, മഴയാണ് പൂക്കൾ വിരിയിക്കുന്നത് എന്ന പോലെ.